ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്നലെ ഈ പങ്ക്തി നടക്കുമ്പോൾ സാങ്കേതിക തകരാറുകൾ കാരണം അതിൻ്റെ ശബ്ദവിന്യാസം രംഗത്ത് വരികയുണ്ടായില്ല. ശബ്ദമില്ലാതെയാണ് ഇന്നലെ വർത്തമാനം പരിപാടി നടന്നത്. അതുകൊണ്ട് അത് വേണ്ടും വണ്ണം ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുമില്ല. ആ സാങ്കേതിക പിഴവ് ഇന്ന് ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായ പ്രശ്നം ഉണ്ടാകില്ല. ആ പ്രശ്നത്തെ മുൻനിർത്തി പ്രേക്ഷകർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഞങ്ങൾ നിരുപാധികം ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ആമുഖമായി ഇത്രയും പറയേണ്ടി വരുന്നത്, ഇന്നലെ പ്രധാനപ്പെട്ട 2 വാർത്തകൾ ഉണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ 2 വാർത്തകൾ. ആ വാർത്തകൾ ഇന്നലെ നേരെ ചൊവ്വേ സന്നിവേശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്നലെ പത്രത്തിൽ വന്ന ആ 2 വാർത്തകൾ, വളരെ പ്രധാനമെന്ന് കരുതുന്ന 2 വാർത്തകൾ ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ പങ്ക്തിയിലൂടെ. 2019 തെരഞ്ഞെടുപ്പ് വർഷമാണ്. ആ തെരഞ്ഞെടുപ്പ് വർഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും? തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ വരാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ഇന്നലെ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രം ആ ഷെഡ്യൂളിൻ്റെ സാധ്യത എന്തൊക്കെയെന്ന് ഇന്നലെ ലീഡ് വാർത്തയിലൂടെ പറഞ്ഞു. എന്നായിരിക്കും തെരഞ്ഞെടുപ്പ് തുടങ്ങുക, എന്നായിരിക്കും വിജ്ഞാപനം വരിക, ആ നിലയ്ക്ക് അതേ സംബന്ധിച്ച വാർത്തകൾ. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു 3 മാസം മുന്നേ ഇനി തെരഞ്ഞെടുപ്പിനുണ്ട് എന്ന ധാരണയൊക്കെ തെറ്റായിരിക്കും എന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത്. 9 to 10 phase ലോക്സഭാ പോൾസ് ജോയിൻ്റ്ലി വിത്ത് മഹാരാഷ്ട്ര, ഹരിയാന ആൻഡ് JNK. 9 to 10 phase ലോക്സഭാ പോൾ. ലോക്സഭാ പോള് ഉടൻ വരാൻ പോകുന്നു. അത് 9-10 ഘട്ടങ്ങളായിരിക്കും നടപ്പാക്കപ്പെടുക. അത് നടപ്പാക്കപ്പെടുമ്പോൾ ഈ പത്രം നിരീക്ഷിക്കുന്നത് ഏപ്രിൽ 7 അല്ലെങ്കിൽ 9 1-ാം ഘട്ടം ആരംഭിക്കും. മെയ് പകുതിയോടെ അതിൻ്റെ 10 ഘട്ടങ്ങളും പൂർത്തീകരിക്കപ്പെടും. 2014 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഷെഡ്യൂളിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക. അതായത് തെരഞ്ഞെടുപ്പും നാമും തമ്മിലുള്ള ദൂരം ഇനി 89 ദിവസങ്ങളാണ്. എന്നാൽ ഫെബ്രുവരി അവസാന വാരത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നേക്കും. ഫെബ്രുവരി അവസാന വാരമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ജനുവരി ആദ്യ വാരം കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഫെബ്രുവരി അവസാന വാരം എന്ന് പറയുമ്പം ഇനി 45 ദിവസം മാത്രമേ തെരഞ്ഞെടുപ്പ് സന്നാഹങ്ങൾക്കായി നമുക്കുള്ളൂ. ബാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും കഴിയില്ല, പ്രചരണങ്ങളൊന്നും കഴിയില്ല എന്ന് നമുക്കറിയാം. അതേ തെരഞ്ഞെടുപ്പ് ഒരിക്കൽ പ്രഖ്യാപിക്കപ്പെട്ടാൽ പിന്നെ പെരുമാറ്റ ചട്ടം വന്നു കഴിഞ്ഞാൽ ഒരു പ്രഖ്യാപനവും കഴിയില്ല. അതുകൊണ്ട് 2019 തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി 45 ദിവസമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യമാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്നലെ ലീഡ് വാർത്തയിലൂടെ തന്നത്. ആ വാർത്ത നമുക്ക് ഇന്നലെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം സാങ്കേതികമായ തകരാറുകൾ മൂലം വാർത്ത അവതരിപ്പിച്ചു, നിങ്ങൾക്ക് കേൾക്കാനായില്ല. ആ നിലയ്ക്ക് ഉള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലെയുടെ വാർത്ത, തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ വരാൻ പോകുന്നു. അത് ഫെബ്രുവരി അവസാന വാരത്തോടെ വരും. 10 ഘട്ട തെരഞ്ഞെടുപ്പായിരിക്കും. ആ വാർത്തകൾ ഇന്നലെ നമുക്ക് തന്നിരിക്കുന്നു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ. മറ്റൊരു വാർത്ത കൂടി ഇന്നലെ നമുക്ക് ലഭിച്ചിരുന്നു. ആ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ബിന്ദു, കനകദുർഗ തുടങ്ങിയ ആളുകളുടെ പ്രവേശനം വേഗത്തിലാവുകയും ശബരിമലയിലെ പ്രവേശനം വേഗത്തിലാവുകയും അതേ തുടർന്ന് വലിയ കലാപങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്? 2 സ്ത്രീകൾ ശബരിമലയിൽ കയറിയാൽ RSSന് ഹാലിളകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ എന്താണ് RSSന് ഇത്ര വലിയ പരാജയബോധം വരാൻ ഇടയായത്? അതിനുള്ള കാരണം, അതിൻ്റെ അന്തർനാടകം എന്തായിരുന്നു എന്ന് ഇന്നലെ നേർക്കാഴ്ച പേജിൽ മനോരമ ഒരു വാർത്തയിലൂടെ നമ്മോട് പറഞ്ഞിരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്:
യുവതീ പ്രവേശം ഉറപ്പാക്കിയത് വിജയദിനം പൊളിക്കാൻ. മകരവിളക്ക് കഴിയുന്നിടത്തോളം RSS ഗുണ്ടകൾ ശബരിമലയിൽ തന്നെ തങ്ങാനും ഒരു യുവതിയെയും പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതിരിക്കാനുമുള്ള തീരുമാനമുണ്ടായിരുന്നു അത്രേ. 12 തവണയാണ് സ്ത്രീ പ്രവേശനത്തിന് ശ്രമിച്ചത് പോലീസ് സന്നാഹത്തോടെ. ഒരു തവണയും വിജയിച്ചില്ല. പിന്നെ സന്നാഹമൊന്നുമില്ലാതെ സ്ത്രീകൾ എത്തിയപ്പോൾ ആ വാർത്ത അറിയാൻ, സമയത്തിനറിയാൻ ഗുണ്ടകൾക്ക് കഴിഞ്ഞതുമില്ല. അങ്ങനെയാണ് ബിന്ദുവും കനകദുർഗയും കയറി ചരിത്രം സൃഷ്ടിച്ചത്. അത് വലിയ ഒരു ഗ്ലാനിയായാണ് സത്യത്തിൽ ഈ സംഘപരിവാർ എടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, സംഘപരിവാറിൻ്റെ ഒരു ആശയമുണ്ടായിരുന്നു, ഒരു വിജയദിനാഘോഷമുണ്ടായിരുന്നു. അത് കേരളത്തിൻ്റെ സ്വകാര്യ ഏജൻസികൾ അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് മൂലമാണ് കേരള സർക്കാരിന് അറിയാൻ കഴിഞ്ഞത്. മകരവിളക്ക് അവസാനിക്കുന്നത് വരെ ഒരു സ്ത്രീയെയും കയറ്റാതിരിക്കുക, അങ്ങനെ കയറ്റാതിരുന്നു കൊണ്ട് വിജയദിനം ആഘോഷിക്കുക, ഒരൊറ്റയാളെയും ഞങ്ങൾ കയറ്റിയിട്ടില്ല, ഞങ്ങൾ വിജയിച്ചു. അങ്ങനെ വിജയദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ അത് ആഘോഷിക്കാൻ തീരുമാനമെടുത്തിരുന്നു അത്രേ. അങ്ങനെ വലിയ വിജയദിനാഘോഷത്തോടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം പിൻവലിക്കാമെന്നുമൊക്കെ അവർ പ്രതീക്ഷിച്ചു. പക്ഷേ സംഭവിച്ചത് വേറൊരു രീതിയിലായിരുന്നു. ദൈവഹിതം അവർക്ക് അനുകൂലമായിരുന്നില്ല. ഈ വിജയദിനം ആഘോഷിക്കാൻ പോകുന്നു എന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ടാക്കി സർക്കാരിന് കൊടുക്കുകയും വളരെ പെട്ടെന്ന് സ്ത്രീ പ്രവേശം സുഗമമാക്കുകയും ചെയ്തു സർക്കാർ. അങ്ങനെ വിജയദിനം ഉണ്ടായില്ല. ശബരിമല സന്നിധാനത്ത് യുവതീ പ്രവേശനത്തിന് വഴിയൊരുക്കാൻ സർക്കാരിനെയും CPM-നെയും പ്രേരിപ്പിച്ചത് BJP-യുടെ വിജയദിനാഘോഷത്തിനുള്ള നീക്കം. ശബരിമല നടയടയ്ക്കുന്ന 20-ാം തീയതി കേരളമാകെ വിജയദിനമായി ആഘോഷിക്കാൻ സംഘപരിവാർ തയ്യാറാകുന്നു എന്ന വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മല കയറാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച 2 യുവതികൾക്ക് അത് ഉറപ്പാക്കാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയത്. യുവതീ പ്രവേശന നീക്കങ്ങളെല്ലാം തടഞ്ഞ് ശബരിമലയിൽ ആചാര സംരക്ഷണം ഉറപ്പാക്കിയത് തങ്ങളാണെന്ന് പ്രഖ്യാപിക്കാൻ പരിവാർ തയ്യാറാകുന്നുവെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു. വിജയദിനാവേശത്തോടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിക്കാനാണ് പദ്ധതി എന്ന നിലയ്ക്കുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടി. എന്നാൽ പിന്നെ അത് അനുവദിച്ചുകൂടാ എന്ന ഒരു രീതി സർക്കാർ സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഇരുവരും ശബരിമല കയറിയത്. ഇന്നലെയും ഒരു സ്ത്രീ ശബരിമല രാവിലെ 11:30-ക്കും 12:30-ക്കും ഇടയ്ക്ക് കയറുകയുണ്ടായി. ആ സ്ത്രീ ആകട്ടെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത 1000 സ്ത്രീകളിൽ ഒരാളാണ്. അവർ നേരിട്ടാണ് കയറിയത്. പക്ഷേ അപ്പോഴേക്കും സംഘപരിവാര താല്പര്യമൊക്കെ അപ്പോഴേക്കും ഒലിച്ചുപോയി കഴിഞ്ഞിരുന്നു. 9ഓളം സ്ത്രീകൾ ഈ സീസണിൽ ശബരിമലയിൽ കയറി ദർശനം നടത്തി എന്നാണ് സർക്കാരിൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ആ നിലയ്ക്ക് അടിമുടി അത് പൊളിച്ച് കയ്യിൽ കൊടുത്തത്, വിജയദിനാഘോഷം പൊളിച്ച് കയ്യിൽ കൊടുത്തത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു എന്നാണ് സുജിത് നായർ ഈ വാർത്തയിലൂടെ, മനോരമ വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. ഈ 2 വാർത്തകൾ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ്. അത് പക്ഷേ ഇന്നലെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, അവതരിപ്പിച്ചു, പ്രേക്ഷകർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഇനി നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് വരാം. ഇന്നത്തെ വാർത്തയുടെ ആദ്യ വാർത്ത ദേശാഭിമാനിയുടെ ആദ്യ വാർത്ത തന്നെയാണ്. 48 മണിക്കൂർ പണിമുടക്ക് തുടങ്ങി. 20 കോടി തൊഴിലാളികളുടെ രോഷം. വളരെ വിരളമായാണ് കേന്ദ്ര യൂണിയനുകൾക്ക് സമരം ചെയ്യാൻ കഴിയുക ഇന്ത്യയിൽ. ആ സമരമാണ് ഇന്നലെ രാത്രി അർദ്ധരാത്രിക്ക് തുടങ്ങി 2 ദിവസം നീണ്ടു നിൽക്കുന്നത്. ആ സമരം ഹർത്താലായി മാറാനുള്ള ഇടയില്ല എന്ന് അത് സംഘടിപ്പിച്ച ആളുകൾ തന്നെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കടകമ്പോളങ്ങൾ അണഞ്ഞു കിടക്കും ഇന്ന് എന്ന് പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ ലോറി തൊഴിലാളികളും മോട്ടോർ തൊഴിലാളികളും ഒക്കെ പണിമുടക്കുന്നത് കൊണ്ട് ആ ബുദ്ധിമുട്ട് ആളുകൾ സഹിക്കേണ്ടി വരും. 20 കോടി തൊഴിലാളികളുടെ രോഷം. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത. രാജ്യത്തെ തകർക്കുന്ന മോഡി സർക്കാരിൻ്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ ദ്വിദിന ദേശീയ പണിമുടക്ക് തുടങ്ങി. 10 കേന്ദ്ര യൂണിയനുകളും സ്വതന്ത്ര തൊഴിലാളി ഫെഡറേഷനുകളും സംയുക്തമായി ആരംഭിച്ച പണിമുടക്കിൽ 20 കോടിയിലധികം തൊഴിലാളികൾ അണിനിരക്കുന്നു. രാജ്യവ്യാപകമായ പണിമുടക്കിൽ സമസ്ത മേഖലകളും സ്തംഭിക്കും. സംഘടിത അസംഘടിത പദ്ധതി മേഖലകളിലെ തൊഴിലാളികളുടെ
പണിമുടക്കിന് യുവാക്കളും വിദ്യാർത്ഥികളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. RSSന്റെ ആക്രമണം ഇതപര്യന്തം കേരളം കണ്ടിട്ടില്ലാത്ത ആക്രമണമായിരുന്നു. പോലീസ് സ്റ്റേഷനിലൊക്കെ പട്ടാപ്പകൽ RSSന്റെ ജില്ലാ കാര്യവാഹ്, ജില്ലാ നേതാവ് നിന്ന് ബോംബെറിയുന്ന ചിത്രമൊക്കെ നാം കണ്ടില്ലേ? അതൊക്കെ ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ആ RSS അക്രമം കേന്ദ്ര ഇടപെടലിന് വേണ്ടിയായിരുന്നു. ഇവിടെ സമസ്തവും അപായകരമായ അവസ്ഥയിലാണ്. ക്രമസമാധാനം തകർന്നിരിക്കുന്നു. ആ പേരിൽ കേന്ദ്രത്തെ ഇടപെടിക്കാനായിരുന്നു RSSകാർ പണിയെടുത്തത്. പക്ഷേ ഇരുമ്പ് ഹസ്തം കൊണ്ടാണ് അവരെ നേരിട്ടത്. ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല മുഖ്യമന്ത്രി. അദ്ദേഹം തന്നെയാണ് പോലീസ് മന്ത്രി. അദ്ദേഹം പറഞ്ഞു അടിച്ചമർത്തുക തന്നെ ചെയ്യും, വെറുതെ പറയുകയല്ല, അടിച്ചമർത്തുക തന്നെ ചെയ്തു. RSS അക്രമം കേന്ദ്ര ഇടപെടലിന് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയും ദേശാഭിമാനി ഒന്നാം പുറത്ത്. കേരളത്തിൽ ക്രമസമാധാനം തകർന്നെന്നും സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണമെന്നും BJPക്കാർ പാർലമെന്റിൽ ആവശ്യപ്പെട്ടതോടെ RSS നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടത്തിയ ആക്രമണത്തിന്റെ ഉദ്ദേശം വ്യക്തമായി എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള സർക്കാരിനെ പിരിച്ചുവിടണം, ക്രമസമാധാനം തകർന്നിരിക്കുന്നു. ഇന്നലെ ഒരു ഝാർഖണ്ഡിലെ ഒരു MP നമ്മുടെ ലോക്സഭയിൽ പ്രസംഗിച്ചതാണത്. ആ പ്രസംഗത്തിന് ഒരു മറുപടി നമ്മുടെ മുഖ്യമന്ത്രി അടിച്ചമർത്തുമെന്ന് നിലപാടെടുത്ത മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, വിരട്ടൽ ഇങ്ങോട്ട് വേണ്ട. ക്രമസമാധാനം തകർന്നെന്നും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതെന്നുള്ള വിരട്ടൽ ഇങ്ങോട്ട് വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അത്തരം വിരട്ടലുകളുടെ കാലം കഴിഞ്ഞു. അതിനുള്ള ശേഷി ഭീഷണിപ്പെടുത്തുന്നവർക്കില്ല എന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. ഹിന്ദി ബെൽറ്റിൽ തന്നെ തോറ്റു തുന്നം പാടിയിരിക്കുന്ന BJPക്ക് അതിനുള്ള ശക്തിയില്ല. മോദി വിചാരിച്ചാൽ ക്രൗഡിനെയോ വോട്ടിനെയോ ഒന്നിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയില്ല. അദ്ദേഹം ക്രൗഡ് പുള്ളറില്ല, അല്ല വോട്ട് പുള്ളറല്ല. അതുകൊണ്ട് തന്നെ മോദി എന്ന ദുർബലനായ നേതാവിന് ഈ വലിയ വലിയ വാചകം പറയാമെന്നല്ലാതെ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട, അതൊന്നും നടക്കാനും പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ സത്യത്തിൽ RSS ഗുണ്ടകളുടെ ആഗ്രഹങ്ങൾക്ക് വലിയ വിലങ്ങുതടിയായിരിക്കുന്നു. ഇന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ രണ്ടു പ്രധാനപ്പെട്ട വാർത്തകൾ തരുന്നുണ്ട്. ശരീഅത്തിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ സത്യവാങ്മൂലം നൽകണം. 81 വർഷത്തിന് ശേഷം നിയമത്തിന് ചട്ടങ്ങളായി. അനീഷ് ജേക്കബ് പ്രധാനപ്പെട്ട വാർത്ത തരുന്നു ഒന്നാം പേജിൽ. അതിങ്ങനെയാണ്: മുസ്ലിം വ്യക്തി നിയമം ശരീഅത്ത് ബാധകമാകുന്നതിന് മുസ്ലിമാണെന്ന് തെളിയിക്കുന്ന സത്യവാങ്മൂലം നൽകണമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തി ശരീഅത്ത് നിയമത്തിലെ ചട്ടത്തിന് സംസ്ഥാന സർക്കാർ രൂപം നൽകി. സത്യവാങ്മൂലം നൽകാത്തവർക്ക് ശരീഅത്ത് നിയമം ബാധകമാകില്ല. ചട്ടം ഡിസംബർ 2 അസാധാരണ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തു. വിവാഹം, ഇഷ്ടദാനം, വഖഫ്, അനന്തരാവകാശം തുടങ്ങിയ കാര്യങ്ങളിലാണ് ശരീഅത്ത് നിയമം കൂടുതലായി ബാധകമാകുക. സത്യവാങ്മൂലത്തിൽ മുസ്ലിമാണെന്ന് തെളിയിക്കുന്ന രേഖകൾക്കൊപ്പം ശരീഅത്ത് നിയമപ്രകാരം ഭരിക്കപ്പെടാൻ താൽപ്പര്യപ്പെടുന്നു എന്ന സമ്മതപത്രവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതെങ്ങനെയാണ്, ആ രേഖ ആരാണ് തരേണ്ടത് തുടങ്ങിയ വിശദാംശങ്ങൾ ഇന്ന് മാതൃഭൂമി ഒന്നാം പേജ് തരുന്നു. ഹർത്താലിൽ സ്വകാര്യ സ്വത്ത് നശിപ്പിച്ചാൽ ജീവപര്യന്തം തടവ് വരും. RSSകാർക്ക് വിരളാൻ മറ്റെന്ത് കാരണമാണ് വേണ്ടത്? ഹർത്താലിൻ്റെ പേരിൽ സ്വകാര്യ സ്വത്ത് നശിപ്പിച്ചാൽ ജീവപര്യന്തം തടവും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന നിയമം കൊണ്ടുവരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, മതസംഘടനകളും മറ്റ് ഗ്രൂപ്പുകളും സൃഷ്ടിക്കുന്ന വർഗീയ സംഘർഷം, ഹർത്താൽ, ബന്ദ്, പ്രതിഷേധ പ്രകടനം, റോഡ് ഉപരോധം തുടങ്ങിയവയുടെ ഭാഗമായി സ്വകാര്യ സ്വത്തിനോ സ്ഥാപനങ്ങൾക്കോ നാശം വരുത്തുന്നവരെ കർശനമായി നേരിടാൻ ആണ് നിയമനിർമ്മാണം. ഇതിനായി കേരള പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ഓർഡിനൻസ് 2019 എന്ന പേരിൽ ഓർഡിനൻസ് ഇറക്കാൻ പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. തീ വെച്ചാൽ ജീവപര്യന്തം കിട്ടും. സ്വകാര്യ സ്വത്ത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമിക്കുകയോ തീ വയ്ക്കുകയോ ചെയ്താൽ ജീവപര്യന്തം കുറഞ്ഞത് 10 വർഷം വരെയോ തടവും പിഴയും ലഭിക്കും. ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹർത്താലിൻ്റെ പേരിലുള്ള അക്രമങ്ങൾ വ്യാപകമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര നിയമനിർമ്മാണം. സംസ്ഥാനത്ത് അക്രമം വ്യാപിപ്പിക്കുന്നതിന് ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി.
തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ജനങ്ങളെ വശ്യം ചെയ്യാൻ പടക്കമടി തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദി. സ്വന്തം പ്രതിച്ഛായ കാണിച്ചാൽ ഇത്തവണ വോട്ട് കിട്ടില്ല, അതുകൊണ്ട് മറ്റു ചില കുറുക്ക് വഴികൾ തേടുന്നു അദ്ദേഹം. എല്ലാ പത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ആ കുറുക്ക് വഴി അന്വേഷണം വാർത്തയാക്കിയിരിക്കുന്നു. മലയാള മനോരമ അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. മുന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം 10%. NSSന്റെ ദീർഘമായ ആവശ്യമാണത്. ഇപ്പോൾ സംവരണാനുകൂല്യമില്ലാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് അത് ലഭിക്കുക. 5 ഏക്കറിലേറെ ഭൂമി ഉണ്ടാവരുത്. വീടിൻ്റെ വിസ്തീർണം 1000 ചതുരശ്രടിയിൽ താഴെ. വാർഷിക കുടുംബ വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയാവണം. വീട് സ്ഥിതി ചെയ്യുന്ന പ്ലോട്ടിൻ്റെ വിസ്തീർണം 900 ചതുരശ്ര മീറ്ററിൽ താഴെ. മറ്റു നഗരപരിധിയിൽ മറ്റു പ്രദേശത്ത് 1800 ചതുരശ്ര അടിയിൽ താഴെ. 5 ഏക്കറിലേറെ ഭൂമി ഉണ്ടാകരുത്. ചില പത്രങ്ങൾ 5 ഹെക്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. 5 ഹെക്ടർ ആണെങ്കിൽ 12 ഏക്കറാണ്. ഏതായാലും 5 ഏക്കറിന് താഴെ 5 ഏക്കറിലേറെ ഭൂമി ഉണ്ടാകരുത്. കേരളത്തിലൊന്നും അതുണ്ടാവില്ല. സർക്കാർ ജോലിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുമാണ് ഈ 10% സാമ്പത്തിക സംവരണം. തോമസ് ഡൊമിനിക്ക വാർത്ത തരുന്നത് കാണുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം നിൽക്കെ മുന്നോക്ക സമുദായങ്ങളിൽ സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. സർക്കാർ ജോലിയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുമാണ് സാമ്പത്തിക സംവരണം. നിലവിലുള്ള 50% സാമുദായിക സംവരണത്തിന് പുറമെയാണിത്. രാജ്യവ്യാപകമായി മുന്നോക്ക സമുദായങ്ങൾ ഉന്നയിച്ചു വരുന്ന ആവശ്യമാണിത്. കേരളത്തിലെ NSS മുന്നോക്ക സംവരണത്തിനായി വാദിക്കുന്നവരാണ്. ഇതിനായി ഭരണഘടനയുടെ 15, 16 വകുപ്പുകൾ ഭേദഗതി ചെയ്യാൻ ബില്ല് ഇന്ന് ലോക്സഭയിലും നാളെ രാജ്യസഭയിലും കൊണ്ടുവരും. ഇതിനായി രാജ്യസഭാ സമ്മേളനം ഒരു ദിവസം നീട്ടി. വിവേചനവും അവസര സമത്വവുമായി ബന്ധപ്പെട്ടതാണ് 15, 16 വകുപ്പുകൾ. അങ്ങനെയാണ് ഒരു പടക്കം വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. ഇത് CPMന്റെ നേരത്തെയുള്ള നിലപാട് എന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര തീരുമാനം സ്വാഗതാർഹമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ ഈ തീരുമാനമെന്ന് കുറെ കഴിഞ്ഞേ വ്യക്തമാകൂ. ഇപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അരനൂറ്റാണ്ടായി NSS ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുന്നോക്കക്കാർക്ക് സാമ്പത്തിക സംവരണം 10% എന്നത്. NSSനും സന്തോഷമായി. പക്ഷേ ഇത് പറയാമെന്നല്ലാതെ നടക്കുമോ? 1991 സാക്ഷാൽ നരസിംഹറാവു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. 10% സാമ്പത്തിക സംവരണം. കോടതി അതെടുത്ത് ദൂരെ കളഞ്ഞു. സംവരണം എന്ന് പറയുന്നത് സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്നവർക്കാണ്. സാമ്പത്തിക പരിഗണന അതിലില്ല. സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവർക്കും വിദ്യാഭ്യാസ രംഗത്ത് ഉന്നമന ആവശ്യപ്പെടുന്ന പിന്നോക്കക്കാർക്കുമാണ് സംവരണം. അല്ലാതെ സാമ്പത്തിക സംവരണം എന്നത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ അത് ഏർപ്പെടുത്തിയാൽ 1991 നരസിംഹറാവു ഏർപ്പെടുത്തിയപ്പോൾ അത് കോടതി എടുത്ത് ദൂരക്കളഞ്ഞതുമാതിരി അതെടുത്ത് ദൂരക്കളയും. ഇപ്പോൾ 50% സംവരണമുണ്ട്. അത് 60% ആകുന്നതിനോടും കോടതിക്ക് അന്ന് താല്പര്യമുണ്ടായിരുന്നില്ല. ഇത്തവണയും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അതെടുത്ത് ദൂരക്കളയും. വെറുതെ തെരഞ്ഞെടുപ്പിൻ്റെ പടക്കമടി എന്ന് പറയുന്നതിന് കാര്യം അതാണ്. മിന്നൽ ഹർത്താലിന് വിലക്ക്. 2 മാസത്തിനുള്ളിൽ 7 ഹർത്താലുകൾ പ്രഖ്യാപിച്ച് ഹർത്താൽ പ്രഖ്യാപനത്തിൽ ഒരു റെക്കോർഡിട്ട പാർട്ടിയാണ് BJP. അതൊന്നും ഇനി ആരും ലംഘിക്കാനില്ല. കാരണം അങ്ങനെ അവിവേകമൊന്നും ഒരു പാർട്ടിയും കേരളത്തിൽ കാണിക്കില്ല. ഒരു ഉത്തരേന്ത്യൻ പാർട്ടിയെ മാതിരിയാണ് BJP ഇവിടെ പ്രവർത്തിക്കുന്നത്. ഏതായാലും മിന്നൽ ഹർത്താലിന് വിലക്ക് കൊണ്ടുവരുന്നു കോടതി. ആ വാർത്ത സിറാജ് 1-ാം പുറം വാർത്തയായി തരുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപനത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു വ്യത്യസ്ത സംഘടനകളോട്. ആവശ്യം ഇങ്ങനെയാണ്: ഇന്ന് പെട്ടെന്ന് ഹർത്താൽ പ്രഖ്യാപിച്ച് നാളെ ഹർത്താൽ ഉണ്ടാക്കാനാകില്ല. ഒരാഴ്ചത്തെ മുമ്പ് നോട്ടീസ് കൊടുക്കണം. അടിയന്തര ഹർത്താലുകൾ ഒന്നും ഉണ്ടാകില്ല. അതാണ് ഹൈക്കോടതി പറയുന്നത്. മിന്നൽ ഹർത്താലിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. സിറാജിൻ്റെ 1-ാം പേജ് വാർത്ത. മിന്നൽ ഹർത്താൽ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഹർത്താലിന് 7 ദിവസം മുമ്പ് മുൻകൂർ നോട്ടീസ് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. സമരങ്ങൾ മൗലികാവകാശത്തെ ബാധിക്കുന്നതാകരുത്. രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും ഉത്തരവ് ബാധകമാണ്.
നാശനഷ്ടത്തിൻ്റെ ഉത്തരവാദിത്വം ഹർത്താൽ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഏറ്റെടുക്കണം. നഷ്ടപരിഹാരത്തുക അവരിൽ നിന്ന് ഈടാക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. 6100 ശിഷ്ടം ആൾക്കാർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ ഹർത്താലും ബഹളങ്ങളും ബോംബേറും ഒക്കെ വന്നതിന് ശേഷം ഏറിയ കൂറും 92% ആളുകളും RSS BJP ഗുണ്ടകൾ തന്നെയാണ്. അതിനകത്ത് 846 പേരൊഴിച്ച് ബാക്കിയുള്ളവർക്ക് താൽക്കാലിക ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഇനി 846 പേരുടെ അവസ്ഥ കഷ്ടം തന്നെയാണ്. ഈ നഷ്ടമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നികത്തണം, അല്ലാതെ ഒന്നും പുറത്തേക്ക് ഇറങ്ങാം എന്ന നിലയ്ക്ക് ആരും ഇനി പ്രതീക്ഷിക്കരുത്. വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഹർത്താലിന് പുറത്തിറങ്ങി വലിയ കുഴപ്പങ്ങൾ കാണിക്കുന്നവർ സുഗമമായി പോകാനിടയില്ല. BJP നേതാക്കൾ തോൽവി മണക്കുന്നു 2019. ആ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് നേരെ CBIയെ കയറൂരി വിടുന്നു നരേന്ദ്രമോദി. മണൽ ഖനന കേസ് അഖിലേഷിന് പിന്തുണയുമായി മായാവതി. മണൽ ഖനന കേസിൽ CBI ചോദ്യം ചെയ്തേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ SP മേധാവി അഖിലേഷ് യാദവിന് ശക്തമായ പിന്തുണയുമായി BSP നേതാവ് മായാവതി രംഗത്തെത്തിയിരിക്കുന്ന കാര്യമാണ് സിറാജ് എന്ന പത്രം ദേശീയ പേജിൽ തരുന്ന വാർത്ത. പ്രതിരോധ മന്ത്രിക്കെതിരെ കോൺഗ്രസിൽ അവകാശ ലംഘന നോട്ടീസ്. റഫേൽ വിവാദം ന്യായീകരിക്കുന്നതിനിടെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസിന്റെ അവകാശ ലംഘന നോട്ടീസ് കൊടുക്കപ്പെട്ടിരിക്കുന്നു. മോദിയുടെ പ്രതാപം അവസാനിച്ചുവെന്ന് അവർക്കൊപ്പം ദീർഘകാലം നിലനിന്ന ഹിന്ദു താല്പര്യമുള്ള പാർട്ടി ശിവസേന പറഞ്ഞിരിക്കുന്നു. അവർക്കൊപ്പം ഇരട്ടക്കുട്ടികളെ മാറി നിന്ന പാർട്ടിയാണ്. മോദി പ്രതാപം അവസാനിച്ചുവെന്ന് ശിവസേന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതാപം അവസാനിച്ച് രാഹുൽ ഗാന്ധിയുടെ ജനസമ്മതി വർദ്ധിച്ചുവെന്ന് ശിവസേന. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൂക്കുസഭയാണ് വരുന്നതെങ്കിൽ നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കുമെന്നും ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കി. ആ സമയത്തിനാണ് ഗഡ്കരി കാത്തിരിക്കുന്നതെന്നും രാജ്യസഭാ MP കൂടിയായ ശിവസേന പറഞ്ഞിരിക്കുന്നു. ഗഡ്കരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി രംഗത്ത് വരുന്നു. മോദിയുടെ പ്രശസ്തി കുറഞ്ഞു വരുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് എന്ന് ശിവസേന മുഖപത്രമായ സാമ്നയിലെ പ്രതിവാര കോളത്തിൽ അദ്ദേഹം പറഞ്ഞു. ഗഡ്കരി BJP ദേശീയ അധ്യക്ഷനായിരിക്കുന്ന കാലത്ത് മോദിയും അമിത്ഷായും സംസ്ഥാന നേതാക്കൾ മാത്രമായിരുന്നു. രണ്ടാമതൊരു തവണ കൂടി ഗഡ്കരി ഈ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മോദിയും അമിത്ഷായും ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. ധൂമകേതുക്കളായ ഇരുവരും ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പോകും എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇതാ ശബരിമലയ്ക്ക് ശേഷം അഗസ്ത്യാർ കൂടത്തിലും സ്ത്രീകൾ കയറരുത് എന്ന് ആദിവാസികളായ കാണികൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് കയറാമെന്ന് അവിടുത്തെ ക്ഷേത്രം ഭാരവാഹികൾ പറയുമ്പോഴാണ് എതിർപ്പുമായി ഒരു വിഭാഗം ആദിവാസികൾ രംഗത്ത് വന്നിരിക്കുന്നത്. സിറാജ് അത് ഉൾപേജ് വാർത്തയാക്കിയിരിക്കുന്നു. അഗസ്ത്യമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെതിരെ ഒരു വിഭാഗം ആദിവാസികൾ രംഗത്ത്. അഗസ്ത്യമല വനത്തിൽ അതിരുമല കടക്കണമെങ്കിൽ തങ്ങളുടെ ജഡത്തിൽ ചവിട്ടി മാത്രമായിരിക്കുമെന്നാണ് ആദിവാസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ ഒരു യുവതി പ്രവേശിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയുന്ന നേതാക്കളുള്ള സ്ഥലമാണ്. ആത്മഹത്യയുടെ ആവശ്യമൊന്നുമില്ല, കാരണം 9 പേർ കയറിയല്ലോ, ആത്മഹത്യയൊന്നും വേണ്ട. അപ്പോൾ തങ്ങളുടെ ശരീരത്തിൽ ശവത്തിൽ ചവിട്ടി കയറുക എന്നൊക്കെ പറയുന്നൊരു പ്രയോഗമാണ്. സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് വിലക്കുകളൊന്നുമില്ലെന്ന് അഗസ്ത്യാർ ക്ഷേത്രയോഗം. അഗസ്ത്യാർ കൂടത്തിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് വിലക്കുകളൊന്നുമില്ലെന്ന് അഗസ്ത്യാർ ക്ഷേത്ര യോഗം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഒരു പ്രത്യേകത. അവിടെ ക്ഷേത്രത്തിന് പ്രശ്നമൊന്നുമില്ല ശബരിമലയിലെ പോലെ. ആ നിലയ്ക്കാണ് ആ വാർത്ത നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. സിറാജ് എന്ന പത്രം ഇന്ന് ശബരിമല സംഭവഗതികളുടെ പശ്ചാത്തലത്തിൽ മുഖം നഷ്ടപ്പെട്ടു പോയ UDF, രമേശ് ചെന്നിത്തല എന്നിവരെ മുൻനിർത്തി ഒരു ലേഖനം നമുക്ക് തരുന്നു. UDF നവോത്ഥാനത്തിനും ആചാരത്തിനും മധ്യേ കുരുങ്ങിപ്പോയിരിക്കുന്നു. CPM-നും അല്ലെങ്കിൽ LDF-നും BJP-ക്കുമെതിരെ കുരുങ്ങിക്കിടക്കുന്നു രമേശ് ചെന്നിത്തല, G. സുകുമാരൻ നായരും. ലേഖനം കാണുക.
ഖാസിം എ ഖാദർ എഴുതുന്നു. ശബരിമല വിധിയെ ആദ്യം സ്വാഗതം ചെയ്യുകയും പിന്നീട് വിശ്വാസത്തെയും ആചാരങ്ങളെയും മുൻനിർത്തി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നിലപാട് വിഴുങ്ങുകയും ചെയ്ത സംഘപരിവാർ ഒരു ഭാഗത്തും പരമോന്നത കോടതി വിധി നടപ്പാക്കുക വഴി നവോത്ഥാന പ്രക്രിയയുടെ തുടർച്ച ആഗ്രഹിക്കുന്ന സർക്കാർ മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഇത് രണ്ടിനുമിടയിൽ നിലപാടില്ലാതെ ഉഴറുകയാണ് സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷം UDF-ഉം രമേശ് ചെന്നിത്തലയും. BJP-യെ പ്രതിരോധിക്കാൻ ഹിന്ദുത്വ പ്രീണന നയം സ്വീകരിച്ച സംസ്ഥാനങ്ങളിലെല്ലാം ക്രമേണയായി കോൺഗ്രസിനെ സംഘപരിവാർ വിഴങ്ങുകയായിരുന്നു. ഈ വിപത്തിൽ നിന്ന് കരകയറാൻ ദേശീയ നേതൃത്വം കൈകാലിട്ടടിക്കുമ്പോഴാണ് കേരളത്തിലെ ദീർഘവീക്ഷണമില്ലാത്ത നേതൃത്വം പരാജയപ്പെട്ട ഉപായങ്ങൾ പരീക്ഷിക്കുന്നത്. സംഘപരിവാറിനെ കണ്ണടച്ചും സർക്കാർ നീക്കങ്ങളെ രൂക്ഷമായി എതിർത്തും രംഗത്ത് വന്നിരിക്കുകയാണവർ. ഇതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ചോ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ആലോചിക്കാതെ സ്വീകരിക്കുന്ന നിലപാടുകൾ കോൺഗ്രസിൻ്റെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിനെ കുറിച്ച് അവർക്ക് തെല്ലും ആശങ്കയില്ല എന്നതാണ് കൗതുകകരം. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും പ്രസ്താവനകൾ ഈയിടെയായി കണ്ടുവരുന്ന വിസ്മയകരമായ സമാനതകൾ നോക്കുക. പ്രസ്താവനകൾ പരസ്പരം മാറിപ്പോകുന്ന തലത്തിലാണ് കാര്യങ്ങൾ. ഇത് പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ നയമാണോ അതോ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ മാറ്റം നിലപാടാണോ എന്നതും ചോദ്യമാണ്. NSSൻ്റെ മാനസപുത്രനായ ഒരാൾ പ്രതിപക്ഷ നേതാവാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായ നിലപാടായി ഇതിനെ വിലയിരുത്താൻ കഴിയുമോ എന്നും ചോദിക്കുന്നു ഖാസിം എ ഖാദർ ഈ ലേഖനത്തിൽ. ഇനി ഇന്നത്തെ ചിത്രം. മഞ്ഞ് വീണ പാടത്തേക്ക് പറന്നിറങ്ങുന്ന വെള്ളക്കൊക്കുകൾ ഒരു ഋതുഭേദത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം വെള്ളായണി പാടം. അവിടെ നിലമുഴുന്ന കർഷകന് മുന്നിലേക്ക് പറന്നിറങ്ങുന്ന വെള്ളക്കൊറ്റികളുടെ ദൃശ്യം ബിജു വർഗീസ് പകർത്തി മാതൃഭൂമി നഗരം പുറമെന്ന് തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.